ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട 4 ഉള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കാം. ഉള്ളിയെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ കനം കുറച്ചാണ് മുറിച്ചെടുക്കേണ്ടത്. അതെല്ലാം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം വേണ്ടത് ചെറുതായിട്ട് മുറിച്ച കറിവേപ്പിലയും പച്ചമുളക്, പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ചെറുതായിട്ട് മുറിച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പഴുത്ത മുളകാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾ പച്ചമുളക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇപ്പോൾ നന്നായിട്ട് തിരുമ്മി നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉപ്പിടുന്ന സമയത്ത് ഉപ്പ് അധികം ആകാൻ പാടില്ല. എപ്പോഴും ഉപ്പ് കുറച്ചേ ഇടാൻ പാടുള്ളൂ. നമുക്കിത് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമേ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മൂടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിൽ വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഈ സ്പൂണിന് 1.25 സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സെയിം അളവിൽ തന്നെ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദ വേണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഒരു തുള്ളി വെള്ളം കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഉള്ളിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് പച്ചവെള്ളത്തിൽ കൈ ഇങ്ങനെ മുക്കിയിട്ട് ഇതേപോലെ ഓരോ ഉരുളയും ഇങ്ങനെ റെഡിയാക്കിയിട്ട് കയ്യിൽ വച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. മൊത്തം അമർത്തേണ്ട, കുറച്ച് കട്ടി വേണം. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ സൈഡും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ബാക്കി വന്ന മാവ് കൂടി നമുക്ക് സെയിം ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.